നമസ്കാരം. തിരുവൊற்றிയൂരിലേക്ക് പോകണം എന്ന് വിചാരിച്ചാലേ യമഭയം നീങ്ങും. ഈ പ്രദേശത്തിന്റെ അതിരിൽ കാൽവച്ചാലേ കഷ്ടങ്ങൾ മാറും. ഇവിടെ മരിക്കുന്നവർക്ക് ബ്രഹ്മദേവന് പോലും എത്താൻ സാധിക്കാത്ത ശിവപദം ലഭിക്കും. ഇവിടെ അന്നദാനം ചെയ്താൽ ഇന്ദ്രപദവി ലഭിക്കും എന്നെല്ലാം സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു വടിവുടെ നായികി സമേത ആദിപുരീശ്വരർ തിരുക്കോവിൽ അഥവാ ത്യാഗരാജസ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ചെന്നൈ ജില്ലയിൽ തിരുവൊற்றிയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, ആദിപുരീശ്വരർ, പുച്ചിടങ്ങൊണ്ടാർ, പടംപക്കനാഥർ, എഴുത്തറിയും പെരുമാൻ, ത്യാഗേശർ, ആനന്ദത്യാഗർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, വടിവുടെ അമ്മേ, വടിവുടെ മാണിക്യം എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരമ്പാടിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊണ്ടേനാട്ട് ശിവസ്ഥലങ്ങളിൽ 19ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ അപ്പർ, സുന്ദരർ, തിരുജ്ഞാന സംബന്ധർ എന്നിവർ ഇവിടത്തെ മൂലവരെപ്പറ്റി പതികവും തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഇവിടത്തെ മുരുകനെപ്പറ്റി തിരുപ്പുകളിലും പാടിയിട്ടുണ്ട്. ശിവപുരി, പത്മപുരി, വസന്തപുരി, ബ്രഹ്മപുരി, നിരന്തപുരി, ഭൂലോക ശിവലോകം എന്നിങ്ങനെ പല നാമങ്ങൾ തിരുവൊற்றிയൂരിനുണ്ട്. തിരുവൊற்றிയൂർ എന്ന സ്ഥലനാമത്തിന് പിന്നിലെ ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ഒരു പ്രളയകാലത്തിന് ശേഷം വീണ്ടും ഭൂലോകം സൃഷ്ടിക്കേണ്ടത് എങ്ങനെയെന്ന ആലോചനയിലിരുന്ന ബ്രഹ്മാവ് ഒരു നഗരം കണ്ട് ഇത് എന്നേക്കാൾ മുമ്പ് ആര് സൃഷ്ടിച്ചു എന്ന് മഹാവിഷ്ണുവിനോട് ചോദിച്ചു. ഇത് ആദി ഭഗവാൻ ശ്രീപരമേശ്വരൻ സൃഷ്ടിച്ചത്. ഭഗവാൻ ആദിപുരീശ്വരരായി വാഴുന്ന ആദിപുരിയാണിത്. തിരുവൊற்றிയൂർ എന്നും അറിയപ്പെടും. ബ്രഹ്മദേവ, താങ്കൾ അവിടെ പോയി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് സൃഷ്ടികർമ്മം തുടങ്ങുക എന്നുപദേശിച്ച് മഹാവിഷ്ണു ബ്രഹ്മാവിനെ തിരുവൊற்றிയൂരിലേക്ക് അയച്ചു. അപ്രകാരം ആദിപുരിയിലെത്തിയ ബ്രഹ്മദേവൻ ലോകമെങ്ങും പരന്നുകിടക്കുന്ന പ്രളയജലം നോക്കി സൃഷ്ടികർമ്മം തുടങ്ങാൻ പ്രാപ്തിക്കായി യാഗം നടത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ശിവഭഗവാൻ തന്റെ തപശക്തിയാൽ ചൂട് സൃഷ്ടിച്ച് ആ ചൂടിനാൽ പ്രളയജലത്തെ ഒപ്പിയെടുത്തു. ആ ചൂട് ജലം ഉറഞ്ഞ് അവിടെയുണ്ടായിരുന്ന മകിഴമരത്തിനടിയിലുള്ള യാഗാഗ്നിയിൽ നിന്നും സ്വയംഭൂ ശിവലിംഗമായി ഉദ്ഭവിച്ചു. യാഗകുണ്ഡം കോവിലായി മാറി. പ്രളയജലത്തെ ഒപ്പിയെടുത്തതിനാൽ ഇവിടം തിരുവൊற்றிയൂർ എന്നറിയപ്പെട്ടു. പ്രളയത്തിന് ശേഷം ആദ്യമായി ഉദ്ഭവിച്ച ശിവലിംഗമായതിനാൽ ഭഗവാന്റെ നാമം ആദിപുരീശ്വരർ എന്നായി മാറി. വേറൊരു പുരാണ കഥ പ്രകാരം ഉപമന്യു മഹർഷിയിൽ നിന്ന് ശിവദീക്ഷ ലഭിച്ച വാസുകീനാഗം ഇവിടെ ശിവഭഗവാനെ പൂജിച്ചു. ഭഗവാൻ വാസുകീനാഗത്തെ തനിക്കുള്ളിൽ ഐക്യമാക്കിയതിനാൽ ഭഗവാൻ ഒട്രീശ്വരർ എന്നും ഇവിടം ഒற்றிയൂർ എന്നും അറിയപ്പെട്ടു. വാസുകീനാഗത്തിന് ഭഗവാൻ പുറ്റുവടിവത്തിൽ ദർശനം കൊടുത്തതിനാൽ പുറ്റിടങ്ങൊണ്ടാർ, പടംപക്കനാഥർ എന്നെല്ലാം ഭഗവാന് നാമങ്ങളുണ്ട്. ഈ ഐതിഹ്യം സാധൂകരിക്കും വിധം ശിവലിംഗത്തിൽ പാമ്പിന്റെ അടയാളം ഇന്നും ഭക്തർക്ക് ദർശിക്കാം. തിരുവൊற்றிയൂരിൽ വസിച്ചിരുന്ന ഏലേലസിംഗർ എന്ന തീവ്ര ശിവഭക്തൻ മന്നന് നൽകാനായി മാണിക്യ ആഭരണങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു. ആ സമയം കാശിയിൽ നിന്ന് വന്ന ശിവഭക്തന്മാരിൽ ഒരാൾക്ക് അദ്ദേഹം യാത്രാ ചെലവിനായി മാണിക്യ ആഭരണങ്ങൾ നൽകി. പിന്നീട് മന്നൻ ആഭരണങ്ങൾ ചോദിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് മാണിക്യ ആഭരണങ്ങൾ കൊടുത്തു. അങ്ങനെ അദ്ദേഹം രാജകോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഭഗവാൻ മാണിക്യം കൊടുത്തനുഗ്രഹിച്ച കാരണത്താൽ ഭഗവാന് മാണിക്യത്യാഗർ എന്നൊരു നാമവുമുണ്ട്. ഇവിടത്തെ പ്രധാന ഐതിഹ്യം 63 നായന്മാരിൽ ഒരാളായ സുന്ദരമൂർത്തി നായനാരെ കുറിച്ചാണ്. ശിവഭഗവാൻ തന്റെ പ്രതിരൂപം കണ്ണാടിയിൽ അല്ലെങ്കിൽ പുഷ്കരണിയിൽ നോക്കിയതാണ് ആലാല സുന്ദരർ. ഒരു നാൾ സുന്ദരർ കൈലാസത്തിൽ നിൽക്കുമ്പോൾ പാർവതി ദേവിയുടെ തോഴികളായ കമലിനി, അനന്തികെ എന്നിവർ പൂന്തോട്ടത്തിൽ പൂ പറിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. സുന്ദരരുടെ മനസ്സ് അവരിലുടക്കിയത് കണ്ട ശിവഭഗവാൻ സുന്ദരരോട് ഭൂമിയിൽ പിറന്ന് ഗൃഹസ്ഥാശ്രമം ആസ്വദിച്ച ശേഷം സമയമെത്തുമ്പോൾ തിരിച്ചു വരാൻ നിർദ്ദേശിച്ചു. അപ്രകാരം സുന്ദരർ തിരുമുനേപ്പാടി എന്ന നാട്ടിൽ ശൈവബ്രാഹ്മണ കുലത്തിൽ നമ്പിയാരൂരർ എന്ന നാമത്തിൽ പിറന്നു. അതേപോലെ തിരുവാരൂരിൽ കമലിനി പറവേനാച്ചിയാരായും തിരുവൊற்றிയൂരിൽ അനന്തികെ സംഗിലിനാച്ചിയാരായും ജന്മമെടുത്തു. പ്രായപൂർത്തിയായപ്പോൾ വീട്ടുകാർ സുന്ദരർക്കായി നിശ്ചയിച്ച വിവാഹത്തെ ശിവഭഗവാൻ ഒരു വൃദ്ധബ്രാഹ്മണന്റെ രൂപത്തിലെത്തി തടുത്തു. തീവ്ര ശിവഭക്തനായിരുന്ന സുന്ദരമൂർത്തികൾ ശിവസ്ഥലയാത്രകൾക്കിടയിൽ തിരുവാരൂരിലെത്തിയപ്പോൾ പൂർവജന്മവാസനയാൽ തിരുവാരൂരിൽ ശിവസേവ ചെയ്യുകയായിരുന്ന പറവേനാച്ചിയാരെ കണ്ടുമുട്ടി. ഇരുവർക്കും ഉള്ളിൽ പ്രണയം മൊട്ടിട്ടു. ശിവഭഗവാന്റെ നേതൃത്വത്തിൽ ഇരുവരുടെയും വിവാഹം തിരുവാരൂരിൽ നടന്നു. കുറച്ചുകാലം പറവേനാച്ചിയാരോടൊപ്പം തങ്ങിയ സുന്ദരമൂർത്തികൾ ശിവസ്ഥലയാത്രകൾക്കിടയിൽ ഒരു നാൾ തിരുവൊற்றிയൂർ ആദിപുരീശ്വരർ കോവിലിൽ ശിവഭഗവാന് പൂമാല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന സംഗിലിനാച്ചിയാരെ കണ്ടു. സംഗിലിയാരെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം തോന്നിയ സുന്ദരമൂർത്തികൾ ശിവഭഗവാനോട് തന്റെ ആഗ്രഹം ഉണർത്തിച്ചു. പക്ഷേ വിവാഹിതനായ സുന്ദരമൂർത്തികളെ വിവാഹം കഴിക്കാൻ സംഗിലിനാച്ചിയാർ സമ്മതിച്ചില്ല. ഒടുവിൽ ശിവഭഗവാൻ സംഗിലിയാരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നീ സുന്ദരരെ വിവാഹം ചെയ്തു കൊള്ളുക, സുന്ദരർ നിന്നെ വിട്ട് പിരിയില്ല എന്ന് സത്യം ചെയ്യിപ്പിച്ചു തരാം എന്ന് നിർദ്ദേശിച്ചു. അപ്രകാരം വിവാഹത്തിന് സമ്മതിച്ച സംഗിലിനാച്ചിയാർ തന്നെ വിട്ടു പിരിയില്ല എന്ന് സത്യം ചെയ്താൽ മാത്രം വിവാഹത്തിന് സമ്മതം എന്ന് സുന്ദരരോട് പറഞ്ഞു.
പറവേനാച്ചിയാരെ പിരിഞ്ഞ് ഇവിടെ തന്നെ തങ്ങാൻ സുന്ദരർക്ക് മനസ്സനുവദിച്ചില്ല. അതുമാത്രമല്ല, ഭഗവാന്റെ ഖ്യാതി ഭൂലോകത്തിൽ പരത്താൻ നിയോഗിക്കപ്പെട്ടവനാണ് താൻ എന്നും ചിന്തിച്ചു. അതിനാൽ സുന്ദരർ ശിവഭഗവാന്റെ അടുത്തു ചെന്ന് സംഗിലിയാർ ഗർഭഗൃഹത്തിന് മുന്നിൽ നിന്ന് തന്നോട് സത്യം ചെയ്യാൻ പറയുമ്പോൾ ഭഗവാൻ കരുവറയിൽ നിന്നും മാറി കോവിലിന് വെളിയിലുള്ള മകിഴമരത്തിനടുത്തു നിൽക്കണം എന്ന് അപേക്ഷിച്ചു. ശിവഭഗവാനും ഇത് സമ്മതിച്ചു. പക്ഷേ സുന്ദരരുടെ ഈ തന്ത്രം മനസ്സിലാക്കിയ ശിവഭഗവാൻ സംഗിലിയാരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സുന്ദരർ കരുവറയ്ക്ക് മുന്നിൽ സത്യം ചെയ്യാൻ വരുമ്പോൾ പുറത്തുള്ള മകിഴമരത്തിൽ സത്യം ചെയ്താൽ മതി എന്ന് പറയണമെന്ന് നിർദ്ദേശിച്ചു. ഈ വിവരം സുന്ദരരൊട്ട് അറിഞ്ഞതുമില്ല. പിറ്റേന്ന് കരുവറയ്ക്ക് മുന്നിൽ സത്യം ചെയ്യാനെത്തിയ സുന്ദരരോട് സംഗിലിയാർ മകിഴമരത്തിനടിയിൽ വെച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു. മറ്റൊന്നും പറയാനാവാതെ മകിഴമരത്തെ 3 പ്രദക്ഷിണം വെച്ച് സംഗിലിയാരെ പിരിയില്ല എന്ന് സുന്ദരർ സത്യം ചെയ്തു. അങ്ങനെ സംഗിലിയാരുടെയും സുന്ദരമൂർത്തി നായനാരുടെയും വിവാഹം നടന്ന സ്ഥലമാണ് തിരുവൊற்றிയൂർ ആദിപുരീശ്വരർ കോവിൽ. ഇവിടെയുള്ള മകിഴമരത്തിനടിയിൽ ശിവഭഗവാന്റെ കാലടികൾ ഇന്നും ഭക്തർക്ക് ദർശിക്കാം. കുറച്ചുകാലം തിരുവൊற்றிയൂരിൽ സംഗിലിനാച്ചിയാരോടൊപ്പം ശിവസേവ ചെയ്ത് കഴിഞ്ഞ സുന്ദരർ തിരുവാരൂരിൽ വസന്തോത്സവം വന്നപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടു. തിരുവൊற்றிയൂർ ഗ്രാമത്തിന്റെ അതിര് കടന്നതും സത്യം തെറ്റിച്ച കുറ്റത്തിന് സുന്ദരമൂർത്തി നായനാരുടെ 2 കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പിന്നീട് സുന്ദരമൂർത്തി നായനാർക്ക് കാഞ്ചീപുരം ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ഇടത് കണ്ണിന്റെ കാഴ്ചയും തിരുവാരൂർ ത്യാഗരാജ ക്ഷേത്രത്തിൽ വെച്ച് വലത് കണ്ണിന്റെ കാഴ്ചയും തിരിച്ചു കിട്ടി. ഇതേപ്പറ്റി വിശദമായി തൂവായനാഥർ ക്ഷേത്ര വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. 63 നായന്മാരിൽ ഒരാളായ കലിയ നായനാരുടെ അവതാര സ്ഥലവും മുക്തിസ്ഥലവും ഇവിടെയാണ്. കലിയ നായനാർ തിരുവൊற்றிയൂരിൽ സമ്പന്ന കുടുംബത്തിൽ സ്വക്കർ കുലത്തിൽ പിറന്നയാൾ. തിരുവൊற்றிയൂർ കോവിലിൽ ദിനവും ശിവഭഗവാന് തിരുവിളക്ക് തെളിയിക്കുന്ന ജോലി അദ്ദേഹം ചെയ്തു വന്നിരുന്നു. അദ്ദേഹത്തെ പരീക്ഷിക്കാനായി ഭഗവാൻ അദ്ദേഹത്തിന്റെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെടുത്തി. ദരിദ്രനായെങ്കിലും വീട് വിറ്റും കൂലിവേല ചെയ്തും കടം വാങ്ങിയും ദിനം തെറ്റാതെ അദ്ദേഹം ഭഗവാന് വിളക്ക് തെളിയിച്ചു വന്നു. ദാരിദ്ര്യത്തിൽ തളർന്ന അദ്ദേഹത്തിന് വിളക്ക് തെളിയിക്കാനുള്ള എണ്ണ വാങ്ങാൻ പോലും ഗതിയില്ലാതെ വന്നപ്പോൾ താൻ ഇനി ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല എന്ന് വിചാരിച്ച് അവസാനമായി തന്റെ രക്തം എടുത്തെങ്കിലും വിളക്ക് തെളിയിക്കണം എന്ന് ചിന്തിച്ചു. കത്തിയെടുത്ത് സ്വന്തം ശരീരത്തിൽ കുത്തി രക്തമെടുത്ത് വിളക്ക് തെളിയിക്കാൻ മുതിർന്നപ്പോൾ അദ്ദേഹത്തിന്റെ സത്യമായ ഭക്തി കണ്ട് ശിവഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്ത് തന്നിൽ ഐക്യമാക്കി എന്നാണ് കഥ. അദ്ദേഹത്തിന്റെ നക്ഷത്ര ദിവസമായ ആടിമാസം തൃക്കേട്ടയിൽ കോവിലിൽ ഗുരുപൂജ നടക്കുന്നു. തിരുവൊற்றிയൂർ ആദിപുരീശ്വരർ ക്ഷേത്രത്തിൽ വട്ടപ്പാറ അമ്മൻ എന്നൊരു പ്രതിഷ്ഠയുണ്ട്. അതിനു പിന്നിലെ കഥ ഇങ്ങനെ. പാണ്ഡ്യരാജാക്കന്മാരുടെ ഭരണകാലത്ത് തന്റെ ഭർത്താവിന് സംഭവിച്ച ദുരന്തത്തിൽ കോപാകുലിയായി മധുര നഗരം എരിച്ച ശേഷം നീതി ചോദിക്കാനായി മീനാക്ഷിയമ്മൻ എവിടെ എന്ന് തിരഞ്ഞുകൊണ്ട് കണ്ണകി തിരുവൊற்றிയൂരിലേക്ക് വന്നു. ഈ സമയം ശിവഭഗവാനും മീനാക്ഷിയമ്മനും തായം കളിക്കുകയായിരുന്നു. ദൂരെ നിന്നും ആവേശത്തോടെ കണ്ണകി വരുന്നത് കണ്ട ശിവഭഗവാൻ കാളിയുടെ അംശമായ കണ്ണകി മധുര എരിച്ചതുപോലെ തിരുവൊற்றிയൂരും എരിച്ചു കളയുമോ എന്ന് ചിന്തിച്ച് തായം കയ്യിലെടുത്തുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് കൈ കഴുകുന്നത് പോലെ തായക്കട്ടയെ അരികിലുള്ള കിണറ്റിലിട്ടു. ഇത് കണ്ട കണ്ണകി മറ്റൊന്നും ആലോചിക്കാതെ കിണറ്റിലേക്ക് കുതിച്ചു. ത്യാഗരാജർ ഈ സന്ദർഭം മുതലാക്കി വട്ടമുള്ള പാറയെടുത്ത് കിണർ മൂടി. പിന്നീട് രോമസ മഹർഷി കണ്ണകിയെ വട്ടപ്പാറ അമ്മനായി ഇവിടെ കുടിയിരുത്തി. ഉഗ്രരൂപത്തിലിരുന്ന വട്ടപ്പാറ അമ്മനെ ആദി ശങ്കരാചാര്യർ ശ്രീചക്രം പ്രതിഷ്ഠിച്ച് ശാന്തയാക്കി. പകൽ മുഴുവനും വാത്മീകി രാമായണം കേട്ട ശേഷം രാത്രിയിൽ ഇവിടെ വട്ടപ്പാറ അമ്മനെ പ്രാർത്ഥിച്ച ശേഷമാണ് കമ്പർ തമിഴിൽ രാമായണം എഴുതിയതത്രേ. ആ കാലഘട്ടത്തിൽ ശരിയായി വെളിച്ചമില്ലാത്തതിനാൽ വട്ടപ്പാറ അമ്മൻ ഒരു സാധാരണ യുവതിയുടെ രൂപത്തിൽ തീപ്പന്തം ഏന്തി കമ്പറുടെ എഴുത്തിന് സഹായിയായി നിന്നിരുന്നു എന്നാണ് ഐതിഹ്യം. കുബേരന്റെ പുനർജന്മമെന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടിണത്താർ ശിവഭഗവാനല്ലാതെ മറ്റെല്ലാ സമ്പത്തും നുണ എന്ന ജ്ഞാനം സിദ്ധിച്ച് സകല സമ്പത്തും ഗൃഹസ്ഥാശ്രമവും ഉപേക്ഷിച്ച് വെറും കോണകത്തോടെ പല ഗ്രാമങ്ങളിൽ യാത്ര ചെയ്ത് ഭഗവാന് പതികം പാടി മോക്ഷത്തിന് അപേക്ഷിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് പുളിക്കുന്ന ഒരു കരിമ്പ് കയ്യിൽ കൊടുത്ത് ഇത് എവിടെ വെച്ച് മധുരിക്കുന്നുവോ അവിടെ വെച്ച് മോക്ഷം സിദ്ധിക്കും എന്നുര ചെയ്തു. തിരുവൊற்றிയൂർ ഭഗവാനെ ദർശിച്ചു വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലെ കരിമ്പ് മധുരിച്ചു. മുക്തിയടയാൻ ഈ ഗ്രാമം മികച്ചത് എന്ന് ചിന്തിച്ച അദ്ദേഹം കടൽക്കരയിലെത്തി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാലന്മാരോട് തന്നെ മണലിൽ കുഴിച്ചിടാൻ നിർദ്ദേശിച്ച് ഒടുവിൽ ശിവലിംഗത്തിൽ ഐക്യമായി. വേറൊരു ഐതിഹ്യം. മാന്താതാൻ എന്ന രാജാവിന് വളരെയധികം പ്രായമായിട്ടും മരണം അദ്ദേഹത്തെ തേടി വന്നില്ല. എന്നാൽ എന്തെങ്കിലും പാപം ചെയ്ത് മരിച്ചു പോകാം എന്ന് രാജാവും കരുതി. അതിനാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹം നികുതി വിധിച്ചു. വിശദമായി അത് താളിയോലയിൽ എഴുതി നാട്ടുരാജാക്കന്മാർക്ക് കൊടുത്തുവിട്ടു. ശിവഭഗവാൻ രഹസ്യമായി ഒற்றிയൂർ ഒഴിച്ച് എന്ന് താളിയോലയിൽ എഴുതി. ഇത് മനസ്സിലാക്കിയ രാജാവ് തന്റെ തെറ്റിൽ പശ്ചാത്തപിച്ച് ഭഗവാനോട് മാപ്പപേക്ഷിച്ച് നികുതി തീരുമാനം പിൻവലിച്ചു. പിന്നീട് അദ്ദേഹം വളരെ കാലം ഭൂമിയിൽ ജീവിച്ച ശേഷമാണ് ശിവലോകം പോകിയത്. ഏത് സാഹചര്യത്തിലും ജീവിത വിരക്തി തോന്നാൻ പാടില്ല എന്നതിനുദാഹരണമാണ് ഈ കഥ. താളിയോലയിൽ ഭഗവാൻ എഴുതിയ കാരണത്താൽ അദ്ദേഹത്തിന് എഴുത്തറിയും പെരുമാൻ എന്ന നാമം വന്നു. വേറൊരു ഐതിഹ്യം ഇവിടെയുള്ള വടിവുടയമ്മൻ അമ്പാളെ കുറിച്ചാണ്.
അരുൾപ്പെരുംജ്യോതി തനിപ്പെരുംകരുണേ എന്ന് പോറ്റപ്പെടുന്ന രാമലിംഗ അടികൾ വിദ്യാഭ്യാസമില്ലാതെ തന്നെ കവിത എഴുതുന്ന കഴിവുള്ളയാൾ. അദ്ദേഹം ചെറുപ്രായത്തിലിരുന്ന് ദിനവും തിരുവൊற்றிയൂർ ഭഗവാനെ സന്ദർശിച്ച് കോവിലുള്ള അത്തിമരത്തിനടിയിൽ ഇരുന്ന് തപം ചെയ്യുന്ന ശീലമുള്ളയാൾ. ദിനവും രാത്രി വടിവുടയമ്മൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച ശേഷം വീട്ടിലെത്തുന്ന അദ്ദേഹത്തിന് ജ്യേഷ്ഠത്തിയമ്മ ആഹാരം വിളമ്പിക്കൊടുത്ത ശേഷമേ ഉറങ്ങാൻ പോകാറുള്ളൂ. ഒരു നാൾ വടിവുടയമ്മനെ ദർശിച്ച് അർദ്ധയാമ പൂജയും കഴിഞ്ഞ് വൈകി വീട്ടിലെത്തിയതിനാൽ മുൻവാതിൽ പൂട്ടി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തിയമ്മ ഉറങ്ങാൻ പോയിരുന്നു. ഉറങ്ങുന്ന ജ്യേഷ്ഠത്തിയമ്മയെ ഉണർത്താൻ മനസ്സ് വരാതെ രാമലിംഗ അടികൾ വിശപ്പോടെ വീടിന്റെ പുറംതിണ്ണയിൽ കിടന്നു. തന്റെ ഭക്തൻ വിശപ്പോടെ കിടക്കുന്നത് കണ്ട വടിവുടയമ്മൻ രാമലിംഗ അടികളുടെ ജ്യേഷ്ഠത്തിയുടെ രൂപത്തിൽ വന്ന് രാമലിംഗ അടികൾക്ക് അടുത്തിരുന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ഭഗവതിയുടെ അരുൾപ്രസാദം കിട്ടിയ രാമലിംഗ അടികൾ അംബികയെ പോറ്റി മാണിക്യമാല എന്ന 101 ശ്ലോകങ്ങൾ രചിച്ചു പാടി. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ക്ഷേത്രങ്ങളിൽ ഇത് ജ്ഞാനശക്തി ക്ഷേത്രം. പൗർണമിയും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിനങ്ങളിൽ രാവിലെ മേലൂർ തിരുവുടയമ്മനെയും മധ്യാഹ്നം വടിവുടയമ്മനെയും സായാഹ്നം കൊടിയുടെ അമ്മനെയും ദർശിക്കുന്നത് കാശിയും രാമേശ്വരവും ദർശിച്ച ഫലമാണെന്നാണ് ഐതിഹ്യം. അഷ്ടശക്തി പീഠമായും ഇവിടം അറിയപ്പെടുന്നു. 27 നക്ഷത്ര കന്യകകൾ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. അവർ പൂജിച്ച 27 ശിവലിംഗങ്ങൾ ഇവിടെയുണ്ട്. നന്ദിദേവന് വേണ്ടി ശിവഭഗവാൻ പത്മതാണ്ഡവം ആടിയ സ്ഥലമാണ് തിരുവൊற்றிയൂർ ആദിപുരീശ്വരർ കോവിൽ. 5 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന പുരാതനമായ തിരുവൊற்றிയൂർ ആദിപുരീശ്വരർ ക്ഷേത്രം തൊണ്ടേമാൻ രാജാവും ചോഴ രാജാക്കന്മാരും പിന്നീട് ഭരിച്ചു വന്ന രാജാക്കന്മാരും അവരുടേതായ ശൈലിയിൽ തിരുപ്പണികൾ നടത്തിയിട്ടുണ്ട്. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ബലിപീഠം, ധ്വജസ്തംഭം, നന്ദി ഭഗവാൻ. പ്രധാന മണ്ഡപത്തിൽ ഗജപൃഷ്ഠ വിമാനത്തിന് കീഴിൽ ശിവഭഗവാൻ ആദിപുരീശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. ശിവലിംഗവും പീഠവും ചതുരാകൃതിയിലാണ്. വർഷാവർഷം കാർത്തിക മാസം പൗർണമിയിൽ ശിവലിംഗത്തിൽ അണിയിച്ചിരിക്കുന്ന കവചം മാറ്റി പുണുക് സാമ്പ്രാണി ലേപനങ്ങൾ ശിവലിംഗത്തിൽ തടവുന്നു. അന്നു മുതൽ 3 നാൾ സ്വാമിയെ കവചമില്ലാതെ ഭക്തർക്ക് ദർശിക്കാം. പൗർണമിക്ക് ദേവന്മാർ ഈ ശിവലിംഗത്തിൽ പൂജകൾ ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന പുണുക് ലേപനം നെറ്റിയിൽ തൊട്ടാൽ സകല ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് പുറത്തുള്ള ബ്രഹ്മാണ്ഡമായ ബ്രഹ്മതീർത്ഥത്തിലെ ജലം ശിരസിൽ തെളിച്ചാലും അസുഖങ്ങൾ മാറുമെന്നാണ് പറയുന്നത്. ദേവി വടിവുടയമ്മൻ തനിസന്നിധിയിൽ 4 കരങ്ങളോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഇവിടെ ഭഗവാനും ദേവിക്കും വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ചാൽ വിവാഹ സന്താന തടസ്സങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലുള്ള കല്യാണ മണ്ഡപത്തിൽ സുന്ദരമൂർത്തികളുടെയും സംഗിലിനാച്ചിയാരുടെയും വിവാഹ രൂപത്തിലുള്ള പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളല്ലാതെ ത്യാഗരാജർ, വട്ടപ്പാറയമ്മൻ, ദക്ഷിണാമൂർത്തി, വിനായകർ, വള്ളിദേവിയാനി സമേത മുരുകൻ, തിരുപ്പതീശ്വരർ, നടരാജർ, ശിവഗാമി അമ്മൻ, നാൽവർ, നവഗ്രഹങ്ങൾ, അണ്ണാമലയാർ, ബാലസുബ്രഹ്മണ്യർ, ജംബുലിംഗേശ്വരർ, കാളത്തിനാഥർ, മീനാക്ഷി സുന്ദരേശ്വരർ, ഒറ്റീശ്വരർ, ഭൈരവർ, ദുർഗ, ബ്രഹ്മാവ് എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം അത്തി മകിഴം. ക്ഷേത്രതീർത്ഥം ബ്രഹ്മതീർത്ഥം, നന്ദിതീർത്ഥം. കാരണ കാമിക ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മാസി ബ്രഹ്മോത്സവം, വൈകാശി ത്യാഗരാജസ്വാമി വസന്തോത്സവം, ആടിത്തിങ്കൾ ഉത്രാട നക്ഷത്രത്തിൽ പട്ടിണത്താർ ഗുരുപൂജ, ആരുദ്ര ദർശനം, മഹാശിവരാത്രി, പങ്കുനി ഉത്രം എന്നിവ കൂടാതെ അമാവാസി, പ്രദോഷം, പൗർണമി എന്നിവയും ക്ഷേത്രത്തിൽ വിശേഷം. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. വെള്ളിയാഴ്ചകളിൽ രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ. പൗർണമി നാളുകളിൽ രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവൊற்றிയൂരിൽ നിന്ന് 1/2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവൊற்றிയൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.